ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോണത് ക്ലാസ് 12th ഫിസിക്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.26 ആണ്. അഡീഷണൽ എക്സസൈസ് ആണ്. അതിലത്തെ ചോദ്യം എന്താ പറയുന്നത് വെച്ചാൽ വിച്ച് എമംഗ് ദ കർവ്സ് ഷോൺ ഇൻ ഫിഗർ 1.35 കനോട്ട് പോസിബിളി റെപ്രസെൻറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ്. അതായത് ഇത് ഫിഗർ 1.35 ആണ്. അതിൽ നമുക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, എ ബി സി. ഇതിൽ ഏതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. എ റെപ്രസെൻറ്റ് ചെയ്യോ, ബി റെപ്രസെൻറ്റ് ചെയ്യോ, സി റെപ്രസെൻറ്റ് ചെയ്യോ, ഏതാണ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ എ പാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടക്ടറാണ് തന്നിട്ടുള്ളത്. ഈ കണ്ടക്ടർ കൂടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഇത്. കണ്ടക്ടർ കൂടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടറിന് എന്തല്ല, പെർപെൻഡിക്കുലർ അല്ല. എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടക്ടർ കൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ ആയിരിക്കണം. ആ കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ എ പാർട്ട് എന്താണ്? എ പാർട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, കറക്റ്റ് അല്ല. this is not correct representation of electric field lines because the electric field lines is not perpendicular to the surface of conductor. കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല എന്തുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഡയറക്ഷനിലാണ്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസിലാണ്. അത് കാരണം ഇതെന്തിനെ റെപ്രസെന്റ് ചെയ്യില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യില്ല. കാരണം കണ്ടക്ടറിന്റെ സർഫസ് കൂടെ പെർപെൻഡിക്കുലർ ആയിരിക്കണം എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉള്ളത്. അപ്പോൾ എ എന്തിനെ റെപ്രസെന്റ് ചെയ്യില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യില്ല. ഇനി ബിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബിയിൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, ഇങ്ങനെയായിട്ട് കുറച്ച് ചാർജസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ്സ് ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആണ്. അതായത് പോസിറ്റീവ് ചാർജിന് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജിൽ നോക്കിക്കഴിഞ്ഞാൽ ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. ശരിയാണ്, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജും ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജും ആണ്. ആദ്യത്തെ പോസിറ്റീവ് ചാർജിന് അത് കറക്റ്റാണ്. ആദ്യത്തേന് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ചാർജ്. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ നെഗറ്റീവ് ചാർജിന് അവയാണ്. ഇവിടെ ഈ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെഗറ്റീവ് ചാർജിന് അവയാണ് പോണത്. അങ്ങനെ ഒരിക്കലും പോകാൻ വേണ്ടി പാടില്ല. എപ്പോഴും നെഗറ്റീവ് ചാർജിന് ടുവേർഡ്സ് ആയിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ ചില ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെഗറ്റീവ് ചാർജിന് അവയാണ് പോണത്. അതേപോലെ പോസിറ്റീവ് ചാർജിന്റെ ടുവേർഡ്സ് കണ്ടോ, പോസിറ്റീവ് ചാർജിന്റെ ടുവേർഡ്സാണ് പോണത്. അത് കാരണം ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യില്ല, ഇതിനും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദിസ് ഓൾസോ കാണ്ട് represent electric field lines as electric field lines can't go towards positive charge. പോസിറ്റീവ് ചാർജിൻ്റെ ടുവേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഒരിക്കലും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിന് അവയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അത് കാരണം ബീനും എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അടുത്താണ് സിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 പോസിറ്റീവ് ചാർജാണ്. 2 പോസിറ്റീവ് ചാർജ് അടുത്തടുത്തുണ്ടെങ്കിൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യാണ് ചെയ്യുക, ലൈക്ക് ചാർജസ് റിപ്പൽ. അപ്പോൾ മാത്രമല്ല പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ചാർജിന് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ അത് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. 2 പോസിറ്റീവ് ചാർജിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
എന്താണ് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് തന്നെയാണ് രണ്ടിലും. അതേപോലെ തന്നെ രണ്ടും റിപ്പലിയാണ്. അത് കാരണം ഇത് കറക്റ്റ് ഫിഗറാണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ വരാം സീനെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും? സി ക്യാൻ റെപ്രസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. സീന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം രണ്ട് പോസിറ്റീവ് ചാർജിലും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജാണ്. അതേപോലെ തന്നെ രണ്ട് റിപ്പലിയാണ്. അത് കാരണം സി ക്യാൻ റെപ്രസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ബാക്കി രണ്ടെണ്ണത്തിനും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.